പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയ കൃപയ്ക്കായി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, അങ്ങയോടുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കണ്ണുനീരോടെ കൈകൾ കൂപ്പി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കാണണമേ. ഞങ്ങളുടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്കായി അവിടുന്ന് ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മ പറഞ്ഞാൽ ഈശോ കേൾക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മനുഷ്യമക്കൾക്ക് കർത്താവായ ഈശോ വഴി അനേകായിരം അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയ അമ്മയുടെ കനിവുള്ള കൈകളാൽ ഞങ്ങളെയും തൊടണമേ. ലക്ഷക്കണക്കിന് മനുഷ്യമക്കൾക്ക് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ഭാഗ്യം നൽകിയ മാതാവേ, ഞങ്ങളെയും അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ അമ്മയുടെ സംരക്ഷണം ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന് നേരെ ഒരു പൈശാചിക ശക്തികളോ അപകടങ്ങളോ ഉയർക്കുവാൻ അമ്മ അനുവദിക്കരുതേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, ദാനമായി നൽകിയ മക്കൾ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ ഇവരെല്ലാം ഓർത്ത് കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഒരിക്കലും നഷ്ടപ്പെടാൻ അവിടുന്ന് ഇടയാക്കരുതേ. ഞങ്ങളെ അവിടുന്ന് ചേർത്ത് നിർത്തണമേ. നിന്റെ കരങ്ങളാൽ ഞങ്ങളെ വഹിക്കണമേ. ഞങ്ങളുടെ ജീവിത പാതകളിൽ അവിടുന്ന് പ്രകാശം നൽകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ ഈശോയെ, കണ്ണുനീരോടെ നിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നെ വിളിച്ചത് നിന്റെ കർത്താവാണ്. ഭവനരഹിതർ, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ, മക്കളില്ലാത്തവർ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നു താമസിക്കുന്നവർ, ജപ്തി നടപടിയിലായിരിക്കുന്നവർ, ജോലിയില്ലാത്തവർ, മാരകരോഗികൾ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഇവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം കർത്താവ് നിന്നെ സ്പർശിക്കാൻ പോകുന്നു. നിന്നെ ആശ്വസിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളാണിത്. നിന്റെ വിശ്വാസത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കുക. നിന്നെ വിളിച്ച കർത്താവിനറിയാം നിന്റെ അവസ്ഥയെ, നിന്റെ വേദനകളെ, നീ അനുഭവിക്കുന്ന നിന്റെ ദുരിതങ്ങളെ. ഇന്ന് ഈശോ നിന്റെ പ്രശ്നത്തിൻ്റെ മേൽ ഇടപെടാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ശക്തമായി പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണുനീർ ഇന്ന് അവിടുന്ന് തുടയ്ക്കാൻ പോകുന്നു. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പേര് ചൊല്ലി വിളിക്കാൻ പോകുന്ന നിമിഷങ്ങളാണിത്. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവ്, ഇന്ന് നമുക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം വഹിക്കാൻ പോകുന്നു. ഈ നിമിഷം നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് മൗനമായി ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവായ ഈശോയെ, ഇന്ന് ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന അങ്ങ് ഏറ്റെടുത്തെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അവിടുന്ന് ക്ഷമിക്കണമേ. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അങ്ങേക്കനുസൃതമായി ജീവിക്കുവാനും അങ്ങേ അറിയുവാനും മറ്റുള്ളവരെ അറിയിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങൾക്ക് അവിടുന്ന് കാവലായിരിക്കുകയും ചെയ്യണമേ. ഇന്ന് പ്രാർത്ഥനയ്ക്കായി പങ്കെടുത്ത ഓരോ മക്കളെയും അവരുടെ ഭവനത്തെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും അവരുടെ ഭവനത്തിൽ ഇന്ന് ഈശോയുടെ സാന്നിധ്യം പ്രകടമാക്കി അവരെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, ഇന്ന് പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു സംരക്ഷിച്ച കൃപയ്ക്കായി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. നാളെ നല്ലൊരു ദിവസം ഞങ്ങൾക്കായി അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തുനിന്ന് പിറന്നു. പന്തിയൂസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിച്ചവരെയും മരിച്ചവരെ വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.